السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. പ്രിയം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ വളരെയേറെ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീടുകൾ അതൊരു ആഘോഷ ദിനങ്ങളായി അവർ കൊണ്ടാടുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഓരോ ദിനരാത്രികളിൽ മുഅ്മിനീങ്ങൾ അവരുടെ വീടുകളിൽ പരിശുദ്ധരാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന മൗലിദ് കൊണ്ടും അവിടുത്തെ മദ്ഹ് ഗീതകളെ കൊണ്ടും അവർക്കുള്ള വീടുകളെയും അവരുടെ മനസ്സുകളെയും അവർ ധന്യമാക്കുകയാണ്. നമ്മുടെ വീടുകൾ മൗലിദുകളെ കൊണ്ടും നബി തങ്ങളുടെ മദ്ഹ് ഗീതകളെ കൊണ്ടും നാം ധന്യമാക്കുകയും നബി തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ജന്മദിനത്തിൽ നാം സന്തോഷിക്കുകയും അതിൻ്റെ പേരിൽ ആവേശം ഉൾക്കൊള്ളുന്നവരാകുന്നതോടൊപ്പം പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നബി തങ്ങളുടെ ആ പരിശുദ്ധമായിരിക്കുന്ന ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നബി തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കാൻ, നബി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമ്മളെല്ലാവരും തയ്യാറാകണം. അപ്പോൾ മാത്രമാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യഥാർത്ഥ സ്നേഹം നമ്മളിൽ ഉണ്ടാവുക. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ ഒരാൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, ഏത് സമയത്തും ഏത് ദിനങ്ങളിലും കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനും മദ്ഹിനും മാത്രം ഒതുക്കാതെ നബി തങ്ങളുടെ ചര്യകൾ, സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയെ നാം മനസ്സിലാക്കുക എന്നുള്ളത്. നബി തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായും കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പരിശുദ്ധരാകുന്ന പിതാമഹാന്മാരെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യലാണ്. നമ്മുടെ മുൻഗാമികളൊക്കെയും ആ നബി തങ്ങളുടെ പിതാമഹാന്മാരെക്കുറിച്ച് അവരുടെ പേര് പഠിക്കുകയും മനഃപ്പാടമാക്കുകയും തൻ്റെ മക്കൾക്ക് അവർ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ നബി തങ്ങളുടെ പിതാമഹാന്മാരെക്കുറിച്ച് മനസ്സിലാക്കാം. അത് നാം കാണാതെ പഠിക്കുക. കാരണം നാം ഒരുപാട് വിഷയങ്ങൾ മനഃപ്പാടമാക്കുന്നവരാണല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും മഹത്വവും ബറക്കത്തുമുള്ള ഒന്നാണ് നബി തങ്ങളുടെ കുടുംബ പരമ്പരയെ മനസ്സിലാക്കി അത് പഠിക്കുക എന്നുള്ളത്. മഹാന്മാർ അതിനെ ഒരു ബൈത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിം മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഗാലിബു ഫിഹ്റും മാലികുൻ നളുറുൻ നുഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രികാ ഇല്യാസു സുമ്മ മുളറുങ്കുൻ മുദ്രികാ.
നിസാറുഹും മാ അദ്ദുഹും അദ്നാനു തർതീബുഹും അത്താബിഇ തിബിയാനു. ഈ ബൈത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹാന്മാരെക്കുറിച്ച് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമതായും കൊണ്ട് അബൂഹു അബ്ദുല്ലാ, നബി തങ്ങളുടെ നേരിട്ടുള്ള വാപ്പ പിതാവ് അത് അബ്ദുള്ള എന്നവരാണ്. അവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് എന്നുള്ളവരാണ്. അവരുടെ പിതാവ് ഹാഷിം എന്നുള്ളവരാണ്. അവരുടെ പിതാവ് അബ്ദുമനാഫ്, അവരുടെ പിതാവ് ഖുസൈ, അവരുടെ പിതാവ് കിലാബ്, അവരുടെ പിതാവ് മുറത്ത്, അവരുടെ പിതാവ് കഅബ്, അവരുടെ പിതാവ് ലുഅയ്യ്, അവരുടെ പിതാവ് ഗാലിബ്, അവരുടെ പിതാവ് ഫിഹർ, അതിനുശേഷമുള്ള പിതാവ് മാലിക്, അവരുടെ പിതാവ് നളിർ, അവരുടെ പിതാവ് കിനാനത്ത്, അവരുടെ പിതാവ് ഹുസൈമത്ത്, അവരുടെ പിതാവ് മുദ്രിക്കത്ത്, അതിനുശേഷമുള്ള പിതാവ് ഇല്യാസ്, അതിനുശേഷമുള്ള പിതാവ് മുളർ, അതിനുശേഷം നിസാർ, അതിനുശേഷം മഅദ്, അതിനുശേഷം അദ്നാൻ. ഇത്രയും പിതാമഹാന്മാരെക്കുറിച്ച് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയതിന് ശേഷം മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ഒമാ സാല സലഫു യഹ്ഫദൂനഹു, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ നബി തങ്ങളുടെ ഈ പിതാമഹാന്മാരുടെ പേര് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല വയഅ്മുറൂന ഔലാദഹും ബിഹിഫ്ളിഹി വത്തബറുഖി ബിഹി, അവർ സ്വയം പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല തൻ്റെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല വത്തബറുഖി ബിഹി, ആ നബി തങ്ങളുടെ പിതാമഹാന്മാരുടെ പേര് പഠിച്ചും കൊണ്ട് അത് മനഃപ്പാഠമാക്കിക്കൊണ്ട് അതിലൂടെ ബറക്കത്തെടുക്കാനും അവർ ശ്രമിച്ചിരുന്നു, തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. എന്നാൽ ഏറ്റവും പരിശുദ്ധമായ ഒന്നാണ് നബിതങ്ങളെക്കുറിച്ചും നബിതങ്ങളുടെ പിതാമഹന്മാരെക്കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് വളരെ പുണ്യമുള്ളതും ബറക്കത്തുമുള്ള ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി തങ്ങളെക്കൂടെ പരിശുദ്ധമായിരിക്കുന്ന സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ ഭാര്യമക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, കൂട്ടുകുടുംബാദികൾക്ക് എല്ലാം അല്ലാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.